ഹായ് മക്കളെ, 7ാം ക്ലാസ്സിലെ എല്ലാ മക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ 1ാമത്തെ യൂണിറ്റിലെ 3ാമത്തെ പാഠഭാഗമായിട്ടുള്ള വിത്തെന്ന മഹാത്ഭുതം എന്ന പാഠഭാഗമാണ്. അപ്പോൾ ഇതുവരെയുള്ള ബാക്കി എല്ലാ പാഠഭാഗങ്ങളും അതുപോലെ തന്നെ കേരള പാഠാവലി, ഇംഗ്ലീഷ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയിട്ട് കാണുക. ജസ്റ്റ് പ്ലേലിസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് വരാം. അത്രമേൽ ക്ഷമയോടെ അതിലേറെ പ്രതീക്ഷയോടെ ഒരു വിത്ത് സൂര്യനിലേക്ക് നോക്കുന്നു. അപ്പോൾ കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു പാഠഭാഗമാണ് ഇതെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. വിത്ത് എന്ന മഹാത്ഭുതത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. വിത്ത് ശേഖരണത്തിൻ്റെ കാര്യത്തിൽ പല കാര്യങ്ങളും ശ്രദ്ധിക്കണം. 80% മൂപ്പാകുമ്പോഴാണ് വിളവെടുക്കേണ്ടത്. 80% മൂപ്പേ പാടുള്ളൂ എന്ന് തന്നെ പറയാം. 100% പാടില്ല. കാരണം 100% മൂത്തു പോയാൽ വിത്തിൻ്റെ ഗുണം കുറയും. വിത്തിന് മാത്രമല്ല 80% മൂപ്പിൽ വിളവെടുക്കുന്ന നെല്ലാണ് ഭക്ഷണത്തിനും നല്ലത്. അധികം വിളഞ്ഞാൽ വിത്തിന് കൊള്ളില്ല എന്നൊരു പഴമൊഴി തന്നെയുണ്ട്. ഏത് കൃഷിയായാലും അതങ്ങനെയാണ്. നാളികേരമോ അടക്കയോ എന്തുമായിക്കൊള്ളട്ടെ, 80% മൂപ്പിൽ വിളവെടുക്കുന്നതാണ് വിത്തിന് ഉത്തമം. ആ സമയമാകുമ്പോൾ വയലിൽ പോയി ഏറ്റവും ആരോഗ്യമുള്ള നെന്മണികൾ ഏതു ഭാഗത്താണ് വിളഞ്ഞിരിക്കുന്നതെന്ന് നോക്കും. അതാണ് വിത്തിനായി തിരഞ്ഞെടുക്കുക. അത് കൊയ്തുകൊണ്ടുവന്ന് കുഴിച്ചെടുക്കുന്നു. 14 ദിവസം വെയിലത്തും മഞ്ഞത്തും ഇട്ട് നന്നായി കാറ്റും വെയിലും കൊള്ളിച്ച് ഉണക്കിയെടുക്കുകയാണ്. അങ്ങനെ ഉണക്കിയെടുത്ത് സൂക്ഷിക്കുന്നതാണ് നല്ല വിത്തുകളായി മാറുന്നത്. ഇത് എല്ലാ ഇനങ്ങൾക്കും ബാധകമാണ്. വിത്തിനായി ധാന്യമണികൾ എടുക്കുന്ന രീതിക്കും പ്രാധാന്യമുണ്ട്. പയറിൻ്റെ വിത്താണ് എടുക്കുന്നതെങ്കിൽ പയർവള്ളിയുടെ അങ്ങേയറ്റതും ഇങ്ങേയറ്റതും ഉപേക്ഷിക്കുക. അതിൻ്റെ നടുക്കുള്ള മണികൾ മാത്രം തിരഞ്ഞെടുക്കുക. മധ്യത്തിൽ നിന്നു തന്നെ എടുക്കണം. ആദ്യം കായ്ക്കുന്നത് വിത്തിനായി എടുക്കരുത്. 3 മാസമാണ് ഒരു പയർവള്ളി വിളവ് തരുന്നതെങ്കിൽ 1.5 മാസം കഴിഞ്ഞ് പാകമാകുന്ന പയർമണികൾ മാത്രമേ വിത്തിനെടുക്കാവൂ. അതായത് ആദ്യം കായ്ക്കുന്നതും എടുക്കരുത്, അവസാനം കായ്ക്കുന്നതും എടുക്കരുത്. നടുവിൽ നിന്ന് തന്നെ എടുക്കണം. ഇതേ രീതിയിലാണ് എല്ലാ വിത്തുകളും ശേഖരിക്കേണ്ടത്. നെൽക്കതിരിൻ്റെ രണ്ടറ്റവും ഉപേക്ഷിച്ച ശേഷം നടുക്കു നിന്നുള്ള മണികൾ എടുക്കണം. ആ ഇനത്തിൻ്റെ തനിമ നിലനിർത്താൻ ഈ രീതിയാണ് ഉത്തമം എന്ന് അനുഭവം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ശേഖരിച്ച വിത്ത് ഉണക്കുന്നതിനും ചില ചിട്ടകളുണ്ട്. നെല്ലാണെങ്കിൽ വെയിലും മഞ്ഞും കൊള്ളിക്കുന്നു. ഇഞ്ചിയാണെങ്കിൽ പുകയത്ത് വെച്ച് ഉണക്കുന്നു. വിത്തിൻ്റെ കരുത്ത് അല്ലെങ്കിൽ ഊർജം വീണ്ടെടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ കീടനാശിനികൾ മുക്കിയാണ് വിത്തുകൾ വെക്കുക. ഹൈബ്രിഡ് വിത്തുകളുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും. എന്നാൽ പരമ്പരാഗത വിത്തുകൾ ഞാൻ പറഞ്ഞ രീതിയിൽ 14 ദിവസം മഞ്ഞിലും വെയിലിലും ഇട്ട് ഉണക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഈ വിത്തിനെ പ്രകൃതിയുമായി ലയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സ്വാഭാവിക പ്രതിരോധ ശേഷി വിത്തിനുണ്ടാവുന്നു. ഹൈബ്രിഡുകളുടെ കാര്യത്തിൽ ഇങ്ങനെ ഈ പ്രതിരോധ ശേഷിക്ക് വേണ്ടിയാണ് അവ കീടനാശിനിയിൽ മുക്കുന്നത്. ഇങ്ങനെ ഉണക്കിയെടുക്കുന്ന വിത്തുകൾ മുള, ഈറ്റ ഒക്കെ കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന കൊമ്മ അല്ലെങ്കിൽ കുട്ട ഇവയിലൊക്കെയായിരുന്നു പണ്ട് സൂക്ഷിച്ചിരുന്നത്. ഇതുകൂടാതെ കച്ചി കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന വിത്തുമുട എന്നൊരു സാധനമുണ്ട്. ഇതിൻ്റെ ആകൃതി ഒരു പന്ത് അല്ലെങ്കിൽ ഭൂഗോളം പോലെയാണ്. ഇത് മൂക്കാത്ത ഈറ്റ കീറിയെടുത്ത് നാരുണ്ടാക്കി കെട്ടും, അല്ലെങ്കിൽ ചൂരലിൻ്റെ വള്ളി ഉപയോഗിക്കും. വയനാട്ടിൽ വിത്ത് പാകുന്നത് 2 സമയത്താണ്. പടിഞ്ഞാറെന്നും ചെളിഞ്ഞാറെന്നും പറയും. വിത്ത് പാകാൻ സമയമാകുമ്പോഴാണ് പിന്നീട് വിത്ത് പുറത്തെടുക്കുന്നത്. മേടമാസത്തിൽ ആദ്യ മഴ പെയ്തു കഴിയുമ്പോഴാണ് വിത്ത് പാകി തുടങ്ങുന്നത്. ആദ്യം മൂപ്പ് കൂടിയ വിത്തുകളാണ് എടുക്കുന്നത്. അതായത് 8 മാസം 10 മാസം മൂപ്പുള്ള വിത്തുകൾ. ഈ വിത്തുകൾ ഇടവപ്പാതിയാകുമ്പോഴേക്കും പറിച്ചു നടാൻ പാകമാകും. പിന്നീട് മൂപ്പനുസരിച്ച് ഓരോരോ വിത്തുകളും അതിൻ്റെ കണക്ക് നോക്കി പാകുകയും പറിച്ചു നടുകയും ചെയ്യും. പണ്ട് മൂപ്പിൻ്റെ ദിവസങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്തി വിത്ത് പാകുന്നതിലും പറിച്ചു നടുന്നതിലും കാരണന്മാർ വേണ്ട വിധത്തിൽ ശ്രദ്ധിച്ചിരുന്നില്ല. അതുമൂലം വിളവ് കുറയുകയും ചെയ്തിട്ടുണ്ട്. 6 മാസം അല്ലെങ്കിൽ 180 ദിവസം മൂപ്പുള്ള വിത്താണെങ്കിൽ 42 ദിവസത്തിനുള്ളിൽ ഞാറ് പറിച്ചു നടണം. അതായത് 6നെ 7 കൊണ്ട് ഗുണിക്കുന്നു. 7 6 42. ഈ 4 മാസം പ്രായമുള്ള വിത്താണെങ്കിൽ 7 4 28. അതായത് 28 ദിവസത്തിനുള്ളിൽ പറിച്ചു നടണം. ഇതാണ് കണക്ക്. ഇത്തരത്തിൽ ഒരു കണക്കും ക്രമവും ഉണ്ടാക്കുന്നതിൽ വിദ്യാഭ്യാസം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. പണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ അഭാവം മൂലം കണക്കുകൾ കൃത്യമായിരുന്നില്ല. പിന്നീട് കർഷകർ വിദ്യാഭ്യാസം നേടുകയും കണക്ക് കൂട്ടാൻ പഠിക്കുകയും ചെയ്തതോടെ കൃഷിക്ക് പ്രകൃതിയുടെ സഞ്ചാരത്തിനനുസരിച്ചുള്ള ശാസ്ത്രീയ അടിത്തറ കൊണ്ടുവരാൻ സാധിച്ചു. അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വയം രൂപപ്പെട്ടു വന്നതാണ് ഇതൊക്കെ. ഗവേഷണം നടത്തി കണ്ടുപിടിക്കുന്നതല്ല. വിദ്യാഭ്യാസം വന്നതിനു ശേഷം കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന വിളവ് കർഷകൻ കണക്കാക്കാൻ തുടങ്ങി.
വിളയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ അതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് അന്വേഷിക്കാൻ തുടങ്ങി. ആ അന്വേഷണങ്ങളും നിരീക്ഷണങ്ങളുമാണ് ഇത്തരത്തിലുള്ള ക്രമം വികസിപ്പിക്കുന്നതിലേക്ക് നയിച്ചത്. വിത്തിരുന്ന തീയതി രേഖപ്പെടുത്തി വെച്ചു തുടങ്ങി. വിളവെടുക്കുന്ന തീയതി രേഖപ്പെടുത്തി. അപ്പോൾ ഇത്ര ദിവസം എടുത്തു എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ അങ്ങനെയാണ് ഒരു കൃത്യമായ ഒരു ക്രമം വളർന്നു വന്നത്. ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ സംഭാവനയല്ല, മറിച്ച് കർഷകർ തങ്ങളിലുള്ള ആശയവിനിമയങ്ങളിലൂടെയാണ് ഇത്തരം അറിവുകൾ രൂപപ്പെടുന്നത്. കർഷകർ തമ്മിലുള്ള ഈ ആശയവിനിമയം നഷ്ടപ്പെടുന്നതാണ് ഇന്ന് കൃഷി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ പ്രധാനം. ഇതിൻ്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ. വിളവെടുക്കുന്ന സമയമാകുമ്പോഴേക്കും എല്ലാ വിത്തിനങ്ങളുടെയും മൂപ്പ് ഏകദേശം തുല്യമായി നിൽക്കും. ആ കണക്ക് നോക്കിയാണ് വിത്ത് പാകുന്നതും ഞാറ് പറിച്ചു നടുന്നതുമെല്ലാം. കൊയ്ത്തിന്റെ സമയമാകുമ്പോഴേക്കും എല്ലാ ഇനങ്ങൾക്കും തുല്യ മൂപ്പാകും. ആ ഒരു ചാക്രികതയിലേക്ക് കൃഷിയെ കൊണ്ടുവന്നു. ആത്മകഥയാണ് ചെറുവയൽ രാമൻ്റെ ആത്മകഥയാണ്. അപ്പോൾ ഒരു വിത്ത് അത് എങ്ങനെയൊക്കെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്, അതിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ആ വിത്ത് ഉണ്ടാക്കേണ്ടത്, എവിടെ നിന്നൊക്കെ വിത്ത് എടുക്കണം, ഏത് സമയത്ത് എടുക്കണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട് അല്ലേ. ഇനി നമുക്കിതിലെ പ്രവർത്തനങ്ങൾ നോക്കാം. വായിക്കാം അറിയാം എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രവർത്തനമായിട്ട് വരുന്നത്. പാഠഭാഗം വ്യക്തിഗതമായി വായിച്ച് പ്രധാന ആശയങ്ങൾ അവതരിപ്പിക്കൂ, എഴുതൂ. താഴെ കൊടുത്തിരിക്കുന്ന സൂചനകളും പരിഗണിക്കാം. എന്തൊക്കെയാണ്? വിത്ത് ശേഖരണത്തിന്റെ കാര്യത്തിൽ എന്തെല്ലാം ശ്രദ്ധിക്കണം? വിത്തിനായി ധാന്യമണികൾ എടുക്കുന്ന രീതികൾ എന്തൊക്കെയാണ്? ശേഖരിച്ച വിത്തുകൾ ഉണക്കുന്ന ചിട്ടകൾ എന്തെല്ലാമാണ്? ഞാറ് നടുന്നതിൽ ഒരു കണക്കും ക്രമവും ഉണ്ടാക്കുന്നതിൽ വിദ്യാഭ്യാസം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്, അതെങ്ങനെയൊക്കെയാണ്? കർഷകർ തമ്മിലുള്ള ആശയവിനിമയങ്ങളിലൂടെ കൈമാറുന്ന അറിവുകൾ എന്തെല്ലാം? ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഇതിൽ എഴുതണം. അപ്പം നമുക്ക് ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു കുറിപ്പ് പോലെ എഴുതാം. 80% മൂപ്പെത്തുമ്പോഴാണ് വിളവെടുക്കേണ്ടത്. കൂടുതൽ മൂത്താൽ വിത്തിന്റെ ഗുണം കുറയും. അധികം വിളഞ്ഞാൽ വിത്തിന് കൊള്ളില്ല എന്ന പഴഞ്ചൊല്ലി ചെറുവയൽ രാമൻ പറയുന്നുണ്ട്. വിത്ത് മൂക്കുന്ന സമയമാകുമ്പോൾ വയലിൽ പോയി ആരോഗ്യമുള്ള നെന്മണികൾ ഏതു ഭാഗത്താണ് വിളഞ്ഞിരിക്കുന്നതെന്ന് നോക്കും. അതാണ് വിത്തിനായി തിരഞ്ഞെടുക്കുക. അത് കൊണ്ടുവന്ന് കൊഴിച്ചെടുക്കും. 14 ദിവസം വെയിലത്തും മഞ്ഞത്തും ഇട്ട് നന്നായി കാറ്റും വെയിലും കൊള്ളിച്ച് ഉണക്കിയെടുക്കുന്നു. അങ്ങനെ ഉണക്കിയെടുത്ത് സൂക്ഷിക്കുന്നതാണ് നല്ല വിത്തുകളായി മാറുന്നത്. വിത്തിനായി ധാന്യമണികൾ എടുക്കുന്ന രീതിക്കും പ്രാധാന്യമുണ്ട്. നെൽക്കതിരിന്റെ രണ്ടറ്റവും ഉപേക്ഷിച്ച ശേഷം നടുക്കുള്ള മണികൾ എടുക്കണം. പയറിന്റെ വിത്താണെങ്കിൽ പയറിന്റെ അങ്ങേയറ്റവും ഇങ്ങേയറ്റവും ഒഴിവാക്കി നടുക്കുള്ള മണികൾ മാത്രം എടുക്കും. അതുപോലെ ആദ്യം കായ്ക്കുന്നത് വിത്തിനായി എടുക്കരുത്, അവസാനം കായ്ക്കുന്നതും എടുക്കരുത്. ശേഖരിച്ച വിത്തുകൾ ഉണക്കുന്ന രീതിയിലും ചില ചിട്ടകളുണ്ട്. നെല്ലാണെങ്കിൽ മഞ്ഞും വെയിലും കൊള്ളിക്കും. ഇഞ്ചി ആണെങ്കിൽ പുകയത്ത് വെച്ച് ഉണക്കും. ഇങ്ങനെ ഉണക്കിയെടുക്കുന്ന വിത്തുകൾ മുള കൊണ്ടുണ്ടാക്കിയ കുട്ടയിൽ സൂക്ഷിക്കും. ഇപ്പോൾ ഹൈബ്രിഡ് വിത്തുകളാണ് ഉള്ളത്. ഇവ കീടനാശിനിയിൽ മുക്കി ഉണക്കിയാണ് സൂക്ഷിക്കുന്നത്. കൃഷിയുമായി ബന്ധപ്പെട്ട് കണക്കും ക്രമവും കണക്കും ക്രമവും ഉണ്ടാക്കുന്നതിൽ വിദ്യാഭ്യാസം വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് എന്നാണ് ചെറുവയൽ രാമൻ പറയുന്നത്. വിദ്യാഭ്യാസത്തിന്റെ അഭാവം മൂലം പണ്ട് കണക്കുകൾ കൃത്യമായിരുന്നില്ല. പിന്നീട് കർഷകർ വിദ്യാഭ്യാസം നേടുകയും കണക്ക് കൂട്ടാൻ പഠിക്കുകയും ചെയ്തതോടെ കൃഷിക്ക് പ്രകൃതിയുടെ സഞ്ചാരത്തിനനുസരിച്ചുള്ള ശാസ്ത്രീയമായ അടിത്തറ കൊണ്ടുവരാൻ സാധിച്ചു. കർഷകരുടെ അന്വേഷണങ്ങളും നിരീക്ഷണങ്ങളുമാണ് ക്രമം വികസിപ്പിക്കുന്നതിലേക്ക് നയിച്ചത്. കർഷകർ തമ്മിലുള്ള ആശയവിനിമയങ്ങളിലൂടെയാണ് വിത്ത് പാകുന്നതിനെക്കുറിച്ചും പറിച്ചു നടുന്നതിനെക്കുറിച്ചുമെല്ലാം കർഷകർക്ക് കൃത്യമായ അറിവുണ്ടായത്. വിത്ത് പാകി മുളച്ചു വരുമ്പോൾ മൂപ്പനുസരിച്ച് പറിച്ചു നടും. 6 മാസം മൂപ്പുള്ള വിത്താണെങ്കിൽ 42 ദിവസത്തിനുള്ളിൽ ഞാറ് പറിച്ചു നടണം. ഇങ്ങനെ ഒരു കണക്കും ക്രമവും ഒക്കെ ഉണ്ടായത് കർഷകർക്ക് വിദ്യാഭ്യാസം ലഭിച്ചതോടെയാണ്. കർഷകർ തമ്മിലുള്ള ആശയവിനിമയം നഷ്ടപ്പെടുന്നതാണ് ഇന്ന് കൃഷി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് ചെറുവയൽ രാമൻ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളിവിടെ എഴുതേണ്ടത്. അടുത്തത് വിശകലന കുറിപ്പ് തയ്യാറാക്കാം എന്ന പ്രവർത്തനമാണ്. കർഷകരുടെ നീണ്ടകാലത്തെ പരിശ്രമങ്ങളും അനുഭവങ്ങളും ശാസ്ത്രീയ പഠനങ്ങളുമാണ് നമ്മുടെ നാടിന്റെ വിശപ്പകറ്റാൻ സഹായകമാകുന്നത്. പാഠഭാഗത്തു നിന്ന് കൂടുതൽ സന്ദർഭങ്ങൾ കണ്ടെത്തി ഈ പ്രസ്താവന വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ കർഷകരുടെ അധ്വാനമാണ് സമൂഹത്തിന്റെ ആഹാരമായി മാറുന്നത്. ചെറുവയൽ രാമന്റെ വിത്തെന്ന മഹാത്ഭുതം എന്ന ആത്മകഥാ ഭാഗത്ത് വിത്തിന്റെ പ്രാധാന്യമാണ് എടുത്തു കാണിക്കുന്നത്. നല്ല വിത്തുകൾ മികച്ച വിളവ് ലഭിക്കും. പാരമ്പര്യ രീതിയിൽ വിത്തുകൾ ശേഖരിച്ച് കൃഷി മുന്നോട്ട് കൊണ്ടുപോയ കർഷകർ പിന്നീട് ശാസ്ത്രീയ രീതികൾ സ്വീകരിക്കാൻ തുടങ്ങി. വിദ്യാഭ്യാസം നേടിയപ്പോൾ കൃഷിയിൽ ഒരു ക്രമം ഉണ്ടാകുന്നു. ക്രമവും കണക്കും ഉണ്ടാകുന്നതിൽ വിദ്യാഭ്യാസം പ്രധാന പങ്ക് വഹിച്ചു. വിദ്യാഭ്യാസം ഇല്ലാതിരുന്ന കാലത്ത് കണക്കുകൾ കൃത്യമായിരുന്നില്ല.
വിദ്യാഭ്യാസം നേടുകയും കണക്കുകൾ കൂട്ടാൻ പഠിക്കുകയും ചെയ്തപ്പോൾ കർഷകർ പുതിയ വഴികൾ കണ്ടെത്തി. അങ്ങനെ കൃഷിക്ക് പ്രകൃതിയുടെ സഞ്ചാരത്തിന് അനുസരിച്ചുള്ള ശാസ്ത്രീയ അടിത്തറ കൊണ്ടുവരാൻ കഴിഞ്ഞു. അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വന്നതാണ് ഇതെല്ലാം. അന്വേഷണങ്ങൾക്കും നിരീക്ഷണങ്ങളും ഒരു ക്രമം ഉണ്ടാക്കാൻ സഹായിച്ചു. കർഷകർ തമ്മിലുള്ള ആശയവിനിമയം ഇതിന് കരുത്തു നൽകി. ഹരിത വിപ്ലവത്തിലൂടെ നാം മുന്നേറിയത് അങ്ങനെയാണ്. പാരമ്പര്യവും ശാസ്ത്രീയ രീതികളും കൈകോർത്തു പിടിച്ച് മുന്നേറിയതുകൊണ്ടാണ് പട്ടിണി ഒരു പരിധിവരെ ഇല്ലാതാക്കാൻ നമുക്ക് കഴിഞ്ഞത്. പഴയതും പലതും കൈവിടാതെ പുതിയ രീതികൾ ഉൾക്കൊള്ളണമെന്നാണ് ചെറുവയൽ രാമൻ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ വേണം നമ്മൾ ഒരു വിശകലന കുറിപ്പ് തയ്യാറാക്കാൻ. നിങ്ങളുടെ അഭിപ്രായവും നിങ്ങൾക്കിതിൽ എഴുതാം. അടുത്തത് ചോദ്യാവലി തയ്യാറാക്കാം എന്നുള്ളതാണ്. അഭിമുഖം നടത്താം. നാട്ടിലെ കൃഷിരീതികളെ കുറിച്ച് അറിയാൻ കൃഷിക്കാരുമായി അഭിമുഖം നടത്താനുള്ള ചോദ്യാവലി തയ്യാറാക്കി അഭിമുഖം നടത്തുക. അഭിമുഖത്തിന്റെ റിപ്പോർട്ടും വീഡിയോയും തയ്യാറാക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അഭിമുഖത്തിൽ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാം അല്ലെ. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു 5 ചോദ്യം നമുക്ക് നോക്കാം. ഒന്ന്, എത്ര കാലമായി കൃഷി ചെയ്യുന്നു? ആദ്യം ഈ തൊഴിലിലേക്ക് ആകർഷിച്ചത് എന്താണ്? അതുപോലെ തന്നെ കൃഷിയിൽ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ജൈവ കൃഷിരീതി പിന്തുടരുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് വിളകൾക്ക് ആവശ്യമായ കീടനിയന്ത്രണം, വളം എന്നിവ തിരഞ്ഞെടുക്കുന്നത്? ഏതൊക്കെ കൃഷിരീതികളാണ് ഉപയോഗിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ രീതികൾ തിരഞ്ഞെടുത്തത്? അതുപോലെ തന്നെ കാലാവസ്ഥയും കാലാവസ്ഥാ വ്യതിയാനവും കൃഷിരീതികളെ എങ്ങനെ ബാധിക്കുന്നു? കാലാവസ്ഥ ജലലഭ്യത കുറവ് എങ്ങനെയാണ് മറികടക്കുന്നത്? തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. അടുത്തത് പദചേരുവകൾ കണ്ടെത്താം എന്നുള്ളതാണ്. എണ്ണി തിട്ടപ്പെടുത്തി കൃത്യമായിരുന്നില്ല, കൃത്യം ആയിരുന്നില്ല. സമയമാകുമ്പോൾ, സമയം ആകുമ്പോൾ. ചേർത്തെഴുതുമ്പോൾ ഈ പദങ്ങൾക്കുണ്ടാകുന്ന ഭാഷാപരമായ മാറ്റങ്ങൾ എന്തെല്ലാം കണ്ടെത്തുക. ചേർത്തെഴുതിയ മറ്റു പദങ്ങൾ പാഠഭാഗത്ത് നിന്നും കണ്ടെത്തി അവയുടെ മാറ്റങ്ങൾ വ്യക്തമാക്കുക. ഈ ചോദ്യമാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എണ്ണി തിട്ടപ്പെടുത്തി എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇവിടെ ചേർത്തെഴുതുമ്പോൾ പദങ്ങൾക്ക് ഭാഷാപരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. എണ്ണി തിട്ടപ്പെടുത്തി എന്നതിൽ എണ്ണി, തിട്ടപ്പെടുത്തി എന്നീ വാക്കുകൾ കൂട്ടിച്ചേരുമ്പോൾ താ ഇരട്ടിക്കുന്നത് കാണാം. കൃത്യമായിരുന്നില്ല എന്നതിൽ കൃത്യം, ആയിരുന്നില്ല എന്നീ പദങ്ങൾ ചേരുമ്പോൾ മാ കടന്നു വരുന്നു. സമയമാകുമ്പോൾ എന്ന പദത്തിൽ സമയം, ആകുമ്പോൾ എന്നീ പദങ്ങൾ ചേരുന്നു. അവിടെയും മാ തെളിഞ്ഞു വരുന്നു. കാര്യത്തിൽ, കാര്യം ഇൽ, ഇനത്തിന്റെ, ഇനം ന്റെ. മേടമാസത്തിൽ, മേടമാസം ഇൽ. അനുസ്വാരത്തിന് ശേഷം വിഭക്തി പ്രത്യയം വന്നതുകൊണ്ട് പദചേരുവയിൽ ഇരട്ടിച്ച് ത കാരം വരികയാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. പ്രസംഗം തയ്യാറാക്കാം എന്ന പ്രവർത്തനമാണ്. കൃഷിയാണ് മനുഷ്യന് ആഹാരം നൽകുന്നത്. അതോടൊപ്പം അത് ഒരു സംസ്കാരവുമാണ്. എന്നാൽ ഇന്ന് കേരളത്തിൽ നെൽകൃഷി കുറയുന്നു. കൃഷിയുടെ പ്രാധാന്യം ഇന്നത്തെ സമൂഹത്തിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രസംഗം തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ കൃഷി എന്ന് പറയുന്നത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്ന് ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം അല്ലെ. അപ്പോൾ പ്രസംഗം തുടങ്ങുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? അഭിസംബോധന വേണം. മാനസദസ്സിന് വന്ദനം. കൃഷിയുടെ കണ്ടുപിടുത്തം മനുഷ്യജീവിത വംശത്തിന്റെ പുരോഗതിയിലെ നിർണായക മുന്നേറ്റമായിരുന്നു. കൃഷിയിൽ നിന്നാണ് സംസ്കാരം വികസിച്ചു വന്നത്. മനുഷ്യന് ആഹാരം നൽകുന്നതിന് കൃഷി ആവശ്യമാണ്. ഇന്നത്തെ മാത്രമല്ല നാളത്തെ സമൂഹത്തിലും കൃഷിക്ക് വലിയ പ്രാധാന്യമുണ്ട്. കൃഷിയിൽ നിന്നും മണ്ണിൽ നിന്നും പുതിയ തലമുറ അകന്നു പോകുന്ന കാലഘട്ടത്തിൽ എല്ലാവരും ചെറിയ രീതിയിലെങ്കിലും കൃഷി ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഗൗരവത്തോടെ ചിന്തിക്കേണ്ടതുണ്ട്. സർക്കാർ തലത്തിലും ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് രൂപീകരിക്കുന്ന കൂട്ടായ്മകൾ വഴിയും കൃഷിയെ അതിന്റെ പ്രാധാന്യത്തോടെ തിരികെ കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. നാടിന്റെ സാമ്പത്തിക അടിത്തറയുടെ നട്ടെല്ലാണ് കൃഷിയും കാർഷിക വ്യവസായവും. ജൈവ വൈവിധ്യം നിലനിർത്തുകയും പ്രകൃതി വിഭവങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നതിലൂടെ പരിസ്ഥിതി സംരക്ഷണവും കൃഷിയിലൂടെ സാധ്യമാകുന്നു. ഭക്ഷ്യോൽപാദനം മാത്രമല്ല, നല്ലൊരു ശതമാനം ആളുകൾക്കും ജീവനോപാധി കൂടിയാണ് കൃഷി. പാരമ്പര്യവും ആധുനികതയും കൈകോർത്തു പിടിച്ചു വേണം കൃഷി വികസിപ്പിക്കാൻ എന്നാണ് രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച ചെറുവയൽ രാമൻ ഓർമ്മിപ്പിക്കുന്നത്. മണ്ണിന് ഇണങ്ങുന്ന കൃഷിരീതികളാണ് നാം സ്വീകരിക്കേണ്ടത്. രാസവളങ്ങളും കീടനാശിനികളും അമിതമായി ഉപയോഗിക്കുന്ന രീതി കൃഷിക്കും മനുഷ്യന്റെ ആരോഗ്യത്തിനും വിപത്ത് സൃഷ്ടിക്കുന്നുവെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. പരമ്പരാഗത വിത്തിനങ്ങളും കൃഷിരീതികളും ആധുനികമായ അറിവുകളുമായി ബന്ധിപ്പിച്ച് മുന്നേറ്റങ്ങൾ ഉണ്ടാകണം. കൃഷി ഇല്ലാതായ സംസ്കാരവും ഇല്ലാതാകും എന്ന സത്യം നാം തിരിച്ചറിയണം. നന്ദി, നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗം നമുക്ക് നിർത്തുകയും ചെയ്യാം. അപ്പോൾ ഈ രീതിയിൽ വേണം നിങ്ങൾ ഒരു പ്രസംഗം തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം
അഭിപ്രായവും പറയാം. അടുത്തത് ശാസ്ത്രീയത കണ്ടെത്താൻ കുറിപ്പ് തയ്യാറാക്കാം എന്ന പ്രവർത്തനമാണ്. അധികം വിളഞ്ഞാൽ വിത്തിനാകാം എന്നൊരു പഴമൊഴി തന്നെയുണ്ട്. ഈ ചൊല്ലിന്റെ ശാസ്ത്രീയത അടുത്തുള്ള കൃഷി ഓഫീസറുമായി ചർച്ച ചെയ്യുക. കാർഷിക വൃത്തിയിലെ പാരമ്പര്യ സങ്കല്പങ്ങളും ശാസ്ത്രീയതയും എന്ന വിഷയത്തിൽ ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ അടുത്ത് ഇത്തരത്തിൽ ആരെങ്കിലും കൃഷി ഓഫീസറോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ അടുത്ത് പോയിട്ടൊന്ന് ചോദിച്ചു നോക്കാം. ഇതിൽ പറയുന്ന കാര്യങ്ങൾ കൂടെ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എഴുതാം. ഏറെ വിളഞ്ഞാൽ വിത്തിനാകാം എന്ന ചൊല്ലിൽ ഒരു കാർഷിക നിർദ്ദേശം ഒളിഞ്ഞു കിടപ്പുണ്ട്. വളരെ കാലത്തെ പ്രായോഗിക പരിചയത്തിൽ നിന്നും നമ്മുടെ കർഷകർ കണ്ടെത്തിയ ശാസ്ത്രതത്വമാണിത്. ഏത് കാർഷിക വിളയുടെ വിത്തിലായാലും അതിന് അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. അത് നഷ്ടപ്പെടുന്നതിന് മുമ്പ് വിത്ത് ശേഖരിക്കണം എന്നതാണ് ആ തത്വം. വിത്താണെന്ന് കരുതി ക്രമത്തിലധികം ഉണങ്ങാൻ പാടില്ല. ഒട്ടും തന്നെ മൂപ്പ് കുറയുകയും ചെയ്യരുത്. അതായത് ആവശ്യത്തിലധികം വിളഞ്ഞു പോകരുതെന്ന് സാരം. വിത്തിനായി തിരഞ്ഞെടുക്കാൻ ഉദ്ദേശിക്കുന്ന വിള യഥാസമയം കൊയ്തെടുക്കണം. യഥാവിധി ഉണക്കണം. കലർപ്പില്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഭദ്രമായി സൂക്ഷിക്കണം. കൃഷി ഇറക്കുന്നതിന് മുമ്പ് വിത്ത് മുളച്ചു വരാനായി സുഷ്പസ്ഥാവസ്ഥയിലിരിക്കുന്ന ഒരു ഇടവേളയുണ്ട്. ആ ഇടവേള കഴിഞ്ഞാൽ വിത്ത് മുളക്കും. വിത്ത് കൈകാര്യം ചെയ്യുമ്പോൾ അതിനുള്ളിൽ ജീവൻ ഒളിഞ്ഞു കിടപ്പുണ്ട് എന്ന കാര്യം ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് പണ്ട് മുതലേ നമ്മുടെ കർഷകർ കൊയ്തു മെതിച്ചു കിട്ടുന്ന എല്ലാ നെൽമണികളും വിത്തിനായി ഉപയോഗിക്കാത്തതും പറമ്പിൽ വീണ് കിട്ടുന്ന എല്ലാ നാളികേരവും പാകി മുളപ്പിച്ച് തെങ്ങിന്റെ തൈ ആക്കാത്തതും. നെൽവിത്താണെങ്കിൽ വിത്ത് ഉണക്കിക്കഴിഞ്ഞ് ഒരു നെൽമണി മരിച്ചു നോക്കിയാൽ അത് സൂചിക്കുത്ത് 100 ബാക്കി ഉണ്ടാവണം. ഇതറിഞ്ഞ കൃഷിക്കാരനാണ് സൂചി പരുവത്തിൽ വിത്ത് ഉണക്കണം എന്ന് പറഞ്ഞിരുന്നത്. വിത്ത് പാകം കണക്കാക്കി യഥാസമയം വിളവെടുക്കുന്നുവെന്ന സൂചനയോടൊപ്പം തന്നെ വിളവെടുപ്പിന് ശേഷം വിത്തുണക്കുമ്പോൾ അത് ക്രമത്തിലധികം ആകരുതെന്ന നിർദ്ദേശവും ഈ ചൊല്ലിലുണ്ട്. ഒരുപാട് വർഷത്തെ കാർഷിക വൃത്തിയിലൂടെ സമ്പത്തിലൂടെ വളർത്തിയെടുത്ത കൃഷിയുമായി ബന്ധപ്പെട്ട പാരമ്പര്യ സങ്കല്പങ്ങളിൽ ശാസ്ത്രീയത ഉണ്ടെന്ന് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് കുറിപ്പ് എഴുതാൻ പതിപ്പാക്കാം എന്നുള്ളതാണ്. നിങ്ങളുടെ വീട്ടിലെ അല്ലെങ്കിൽ സ്കൂളിലെ കൃഷി അനുഭവത്തെക്കുറിച്ച് കുറിപ്പ് എഴുതുക. കുറിപ്പുകളെല്ലാം ചേർത്ത് വെച്ച് ക്ലാസ് പതിപ്പ് തയ്യാറാക്കുക. അതിനെ ഡിജിറ്റൽ പതിപ്പാക്കി സ്കൂൾ അല്ലെങ്കിൽ ക്ലാസ് ഗ്രൂപ്പിൽ പങ്കുവെക്കാനാണ് പറയുന്നത്. അപ്പം അത് കൂട്ടുകാർ ചെയ്യാം. വിത്തുമേള. നമ്മുടെ നാട്ടിൽ പരമ്പരാഗതമായ വിത്തുകളും അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളും ഉണ്ടല്ലോ. ഇവ ശേഖരിച്ച് നാട്ടിലുള്ള കർഷകരുടെ സഹായത്തോടെ വിത്തുമേള സംഘടിപ്പിക്കാനാണ് പറയുന്നത്. ഓക്കെ, ഇതോടുകൂടിയിട്ട് ഈ ഒരു യൂണിറ്റ് കഴിഞ്ഞു. അടുത്തതായിട്ട് രണ്ടാമത്തെ യൂണിറ്റാണ് സ്നേഹസുന്ദര പാതയിലൂടെ എന്ന യൂണിറ്റാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.